ഹലോ ഗൈസ്, ഞാൻ എലിസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സ്വർണ്ണത്തിൻ്റെ വില ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഗോൾഡ് വാങ്ങി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വരും, ഈ ഒരു പ്രൈസിന് നമ്മൾ ഇനി ഗോൾഡ് വാങ്ങണോ, അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ഗോൾഡിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ പല ആളുകൾക്കും ഒരു ഡൗട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഗോൾഡ് വാങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമാണോ, അതോ ഇതിനിപ്പം വാങ്ങാതെ തൽക്കാലം ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോണേ. സോ അപ്പം ഈ വീഡിയോയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് HDFC ERGOയുടെ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാം, നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് പോകാം. ഇന്ന് സ്വർണത്തിൻ്റെ വില എന്തുകൊണ്ടാണ് ഇത്രയും കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടാനുള്ള സാഹചര്യങ്ങളായിട്ട് ഞാനിപ്പോൾ അനലൈസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചൈന വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്ത് പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം, അതുപോലെ തന്നെ റഷ്യ ഉക്രൈനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധവും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നോർമലി ഗോൾഡിൻ്റെ പ്രൈസ് കൂടാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ, അതായത് ഗോൾഡിൻ്റെ പ്രൈസ് എക്കാലവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഗോൾഡ് പ്രൈസ് എപ്പോഴും ലോകത്ത് എന്തെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ കേസസിന് മുകളിലേക്കാണ് പോകാറ്. ഇക്വിറ്റി മാർക്കറ്റുകൾ താഴേക്ക് പോകുന്ന സമയത്തും ഗോൾഡിൻ്റെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇക്വിറ്റിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയ പോർഷൻ ഗോൾഡിന് വേണ്ടി എപ്പോഴും അലോക്കേറ്റ് ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്വിറ്റി താഴേക്ക് പോരുവാണെങ്കിലും ഈ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അപ്പം നമ്മുടെ എൻ്റെ പോർട്ട്ഫോളിയോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനും ഒന്ന് മൊത്തത്തിൽ മാനേജ് ചെയ്യാനൊക്കെ ഈ ഗോൾഡ് ആ സമയങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പലപ്പോഴും യുദ്ധം ഉണ്ടാകുമ്പോഴും അതേപോലെ തന്നെ ഒരു രാജ്യം വൻതോതിൽ സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്ന സമയത്തൊക്കെ ഈ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാതെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോഴും പല ആളുകളും ചോദിക്കും, ഇപ്പം ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്ക് പോകുമെന്ന്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗോൾഡ് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് ചെറിയ തോതിലൊക്കെ വാങ്ങി വെക്കുന്നതിനകത്ത് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ അത് വെച്ചിട്ട് വാങ്ങണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എക്കാലവും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില സിറ്റുവേഷൻസിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് വീണ്ടും പൂർവാധിക ശക്തിയോടെ തിരിച്ചു പോയിരിക്കുന്നതാണ്. അതായത് വീണ്ടും അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളൊരു ഗോൾഡിൻ്റെ ഇതുവരെയുള്ള പ്രൈസ് ചാർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗോൾഡിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ളതെന്ന്. സോ ഇതേ കാര്യം തന്നെയാണ് ഇനിയും ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ ലോകത്തെ പിടിച്ച് കുലുക്കാൻ തക്കവണ്ണം ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്ക് പോകാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, നാളെ ഒരു അതേപോലെ സ്വർണത്തിൻ്റെ ഒരു നിക്ഷേപമുള്ള ഒരു ഉൽക്ക വന്ന് ഭൂമി പതിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഗോൾഡിൻ്റെ പ്രൈസ് ചിലപ്പം കുറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ ഗോൾഡിനേക്കാൾ പ്രഷ്യസ് ആയിട്ടുള്ള മറ്റൊരു മെറ്റൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ വില ചിലപ്പം മാറാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ത് വേണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അത്രയും ഭീമമായ ഒരു ഉൽക്ക വന്ന് ഭൂമി പതിച്ച്, ഒരു കോമറ്റ് വന്ന് ഭൂമി പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ അതിനേക്കാൾ പ്രഷ്യസ് ആയിട്ടുള്ള മറ്റൊരു മെറ്റൽ അങ്ങനെ നമ്മൾ പേടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് എക്കാലവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ഇനിയാണെങ്കിലും മുന്നോട്ട് അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രൈസിനാണെങ്കിലും ബൾക്കായിട്ട് ഒത്തിരി ഒന്നും എടുക്കാതെ കുറച്ചൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ഈ ഒരു പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇക്വിറ്റിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ നിന്ന് റിട്ടേൺ എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും. നമ്മളതിനൊന്നും ഒരിക്കലും നമ്മളങ്ങനെ മോശമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെയും പ്രിഫറൻസ് അതാണ്. സോ ഈ വീഡിയോ ആണെങ്കിലും ഞാനിതൊരു ആരോടും സ്വർണ്ണം വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു അഡ്വൈസ് ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട.
സോ ഇതൊക്കെ അവനവൻ ആലോചിച്ച ശേഷം മാത്രം ചെയ്യുക. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ഹിസ്റ്ററി അനലൈസ് ചെയ്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്തോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യമായിരുന്നു ഞാൻ ഈ വീഡിയോയ്ക്കകത്തോട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ മുകളിലോട്ട് പോവുമോ താഴോട്ടായിരിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ. എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടുവരുന്നവരെ ടേക്ക് കെയർ, ബൈ.